ഗായ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഞാൻ ഓണാഘോഷത്തിന് പോവുകയാണ്. അംഗനവാടി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ള അംഗനവാടിയിലെ ലത ടീച്ചർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, അമ്മേനെയും ഉണ്ണിയും ഓണാഘോഷത്തിന്. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പം അങ്ങോട്ട് നടക്കുക. അപ്പോൾ എന്താണെന്നത് അറിയില്ല കേട്ടോ, ആദ്യമായിട്ടാണ് അംഗനവാടിയിലൊക്കെ ഓണാഘോഷം കൂടുന്നത്. അപ്പോൾ പോയി നോക്കട്ടെ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. മതിലിൻ്റെ അവിടെയുള്ളതാണ് എൻ്റെ വീട്. ഇങ്ങനെ പോയ ഇതാണ് അംഗനവാടി. പക്ഷെ ഇങ്ങനെ നേരെ അംഗനവാടിക്ക് പോകാൻ പറ്റില്ല. ഈ റോഡ് വഴി വന്ന് ഇങ്ങനെ പോയി പോകണം. പിന്നെ ചെറിയ കുട്ടികളൊക്കെ കൂടെ ഓണാഘോഷിക്കാൻ നല്ല രസമല്ലേ? അതിൽ പോയി നോക്കാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, മിസ്സാക്കണ്ട. അമ്മ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അമ്മ കുറേ നേരം ഇരിക്കാനാവാത്തതുകൊണ്ട് അമ്മ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന്. പക്ഷെ ഇവിടെ എന്താ നോക്കട്ടെ. നമ്മുടെ സ്കൂൾ പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, കുറേ ഗെയിംസും പാട്ടൊക്കെ ആയിട്ട്. നോക്കട്ടെ. അപ്പം ഞാൻ വഴി കാണിച്ചു തരാം. ഇതാണ് അംഗനവാടിയിലേക്ക് പോകുന്ന വഴി. അതാണ് എൻ്റെ വീട്. അതാ അംഗനവാടി. അങ്ങനെ ഞാൻ അംഗനവാടിയിലെത്തി. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഓരോന്നോരോന്നായിട്ട്. ഞാനിവിടെ എത്തുമ്പോൾ 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കുറച്ച് പാരൻസും എടുത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഓരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പേര്? അപ്പോൾ ഇവിടെ എത്രയായി? ഇവിടെ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ട്? 2 അൻവിക്ക് ഫ്രണ്ട്സാ. ഇന്നിപ്പോൾ എന്താ നിങ്ങൾക്ക് ഓണാഘോഷത്തിന് എന്തൊക്കെയാണ് പരിപാടി? എന്തൊക്കെയാ പരിപാടി? ഓണപ്പൂവിടുണ്ടോ? പൂവൊക്കെ നന്നാക്കി കൊടുത്താ? ഇനി സദ്യ കഴിക്കണ്ടേ? കുട്ടികൾ ഓരോരുത്തരായി വരാൻ തുടങ്ങിയിട്ടോ. എനിക്ക് പേര് പറഞ്ഞ പേരില്ല, പിന്നെ ഞാൻ എന്താ വിളിക്കണ്ടേ? പേരില്ല. ആളെ പേരെന്താ? ദേവാ. എവിടെയാ വീട്? എവിടെയാ? ഇന്നെന്താ നിങ്ങൾക്ക് പരിപാടി? എന്താ പരിപാടി? ഓണല്ലേ? അങ്ങനെ ഗാങ് ആയിട്ട് കളിയും തുടങ്ങി. ഇതാണ് ഞങ്ങൾ അംഗനവാടി ടീച്ചർ, ലത ടീച്ചർ. ഇതവിടുത്തെ ആയ രത്നേച്ചി. ഇവിടെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുള്ള നമ്മൾ അംഗനവാടി കണ്ടാലോ? പാരൻസും കുട്ടികളും കൂടെ തകൃതിയിൽ പൂ നന്നാക്കലായിരുന്നു. അവരെ കൂടെ ഞാനും കൂടെ പ്ലാനിങ്ങും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. ഏത് പൂക്കളിടണം, എന്ത് സ്റ്റൈലിലിടണം എന്നൊക്കെ അവരെന്നെ ഡിസൈഡ് ചെയ്ത് എല്ലാവരും കൂടി ഒത്തുപിടിച്ച് പൂക്കളം റെഡിയാക്കി. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ചധികം പേര് തന്നെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഹെൽപ്പ് ചെയ്തും ഒന്നിച്ചു കൂടിയും രസമായിരുന്നു ആ സമയം. അപ്പോൾ ഇതാണ് ഞങ്ങൾ നല്ല ഭംഗിയുള്ള അന്നത്തെ ഞങ്ങളെ പൂക്കളം. പിന്നെ പാട്ടിനൊത്ത് എല്ലാ കുട്ടികളും നല്ല രസമായിട്ട് ഡാൻസ് ചെയ്യണ്ടായിരുന്നു. അവർ ആ ഓണാഘോഷം നല്ല രസമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെയാണ് നല്ലൊരു പൈസ. അപ്പം കൂട്ടത്തിൽ ഒരാളെ അമ്മ പോകുന്ന സീനാട്ടോ നിങ്ങൾ കാണുന്നത്. അംഗനവാടിയിൽ ഗാങ്ങിൽ വന്നോട്ടെ, ഇനി അടുത്ത സെറ്റിൽ വരാനുള്ള ആളല്ലേ. അപ്പം സദ്യ കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളെ കുട്ടിയാക്കാണ്. ചോറും സാമ്പാറും അവിടെ തന്നെ കുക്ക് ചെയ്താട്ടോ, എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ട്. ബാക്കിയൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നതാണ്. എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്ന് മെച്ചവും അടിപൊളി ടേസ്റ്റായിരുന്നു. പുല്ലുപായൊക്കെ വിരിച്ച് ഇലയൊക്കെ ഇട്ട് ആദ്യം തന്നെ നമ്മളെ കുട്ടികളാണ് ഇരുത്തിയത്. എല്ലാ ഡിഷസും ഓരോന്നോരോന്നായിട്ട് വിളമ്പി കൊടുത്ത് അവരെ മുഖത്ത് എന്തൊരു സന്തോഷം അറിയോ. ഇത് കണ്ടപ്പോൾ എൻ്റെ അച്ഛമ്മ എന്നെ അംഗനവാടി കൊണ്ട് വിട്ട് അവിടെ തന്നെ ദൂരെ തന്നെ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കണതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നല്ല രസമുള്ളൊരു സമയമല്ലേ, നമുക്കിനി തിരിച്ചു പോകാനൊന്നും പറ്റാത്തൊരു സമയം, ഭയങ്കര ഇന്നസെൻ്റ് ആയൊരു സമയം.
സദ്യയ്ക്ക് ശേഷം പായസവും കൊടുത്തിട്ട് അവർക്ക്, പിന്നെ ബാക്കി എല്ലാവരും ഞങ്ങൾ ഇരിക്കാനുള്ള പ്ലാനിലാണ്. എല്ലാവർക്കും ഞങ്ങൾ ചെയറൊക്കെ സെറ്റ് ചെയ്ത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി സഹകരിച്ച് നല്ലൊരു ഓണമായിരുന്നു അന്ന്. ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ ഞാൻ മിക്കവാറും മിസ്സാക്കല്ല കേട്ടോ. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്താണെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒന്നിച്ച് കൂടാനും കുറേ അധികം സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് എനിക്കൊരു പരിചയക്കേടോ ഒന്നും തോന്നിയിട്ടില്ല. ഈ ലത ടീച്ചറാണെങ്കിൽ തന്നെ കുറച്ച് സമയമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. പിന്നെ ഞാൻ ഇത് കമ്പനിയായി. പിന്നെ എന്ത് പരിപാടികളുണ്ടെങ്കിലും ടീച്ചർ വിളിക്കാറുണ്ട്. ഞാൻ പോവാറുണ്ട്, മാക്സിമം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ പോവാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഹെൽത്ത് ലൈൻ സിസ്റ്റർ. അപ്പോൾ ഓണാഘോഷത്തിന് വന്നതാണ് ഡ്യൂട്ടീൻ്റെ ഇടയിൽ. അപ്പോൾ അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന ഓരോരുത്തരും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുകയാണ്. എല്ലാവരും നല്ല കോർഡിനേഷനിൽ അന്നത്തെ ആ ഓണാഘോഷം നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. അങ്ങനെ അംഗനവാടിയിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ എല്ലാതും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസും ആണ്. ഇനിയിപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാമല്ലോ. അങ്ങനെ അംഗനവാടിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഏകദേശം 2:30 സമയമായി. ഞാനിനി ഇതാ വീട്ടിൽ പോവുകയാണ്. അമ്മ വന്നിരുന്നു അതിൻ്റെ ഇടയിൽ. അത്രയേ ഉള്ളൂ. ഇതൊരു കുട്ടി വ്ളോഗ്, എ വെൽ സ്പെൻഡ് ഡേ ഇൻ അംഗനവാടി ആഘോഷ പരിപാടികൾ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ദെൻ ബൈ.